ഞാൻ ഇന്നിങ്ങോട്ട് കിടക്കില്ല, ഇന്നല്ല, ഒരാഴ്ചക്കല്ല, ഒരു മാസം കിടക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിഷമം അത്രയുണ്ട്. ഈ അപകടം നടന്ന സമയം മുതൽ എല്ലാവരും ഇവിടെ ഭക്ഷണം കൊണ്ടുവന്ന കണക്ക് പ്രകാരമാണ് ഇവിടുത്തെ ആളുകൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു കണക്ക്, ഏകദേശ കണക്ക് ആദ്യഘട്ടത്തിലൊക്കെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ഇപ്പം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ജോസ് എന്നാണല്ലേ ചേട്ടൻ്റെ പേര്? അപ്പം ചേട്ടൻ ഇന്നലെ എത്ര മണിക്കാണ് ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നത്? കാലത്ത് ഞാനൊരു 9:45 10 മണിക്കൂടെ വരുമ്പോൾ ഇവിടെ മീഡിയസ് ഉണ്ടായിരുന്നു. ഇവർ ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനൊരു ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ ഇവിടെ എല്ലാ ഷെഡിലും എല്ലാ പണിക്കാരും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഞാൻ ഭക്ഷണം കൊടുത്തു പോകുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 12:45 എന്നെ വിളിച്ചു. എൻ്റെ കൂട്ടുകാരനോട് വർക്ക് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പേരെന്താ? ബാബു, അനിത. അപ്പോൾ അവർ എന്നെ പറഞ്ഞു, ജോസ്മനേട്ടാ 1 മണിക്ക് ഭക്ഷണം റെഡിയാവും, നീ അന്ന് എടുത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരു 1:30 സമയമാകുമ്പോൾ വിശന്ന സമയവും. അപ്പോൾ ആ നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പോവുകയും ചെയ്തു. 3:30 വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എടാ സംഭവം ഉണ്ടായിന്ന് പറയുന്നു. ആരെ വിളിച്ചു പറഞ്ഞു? അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, ഒരു കുന്നിൻ്റെ മുകളിലേക്കുന്ന കൂട്ടുകാരൻ അവിടെ വർക്ക് ചെയ്യണം, അവനോട് ഇടാ ചുങ്കത്തിനോട് എന്ത് സംഭവം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ അവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് സ്ഫോടന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുട്ടംകുളത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ചേട്ടൻ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഈ സ്പോട്ടിലേക്ക് വരുന്നത്. എത്ര തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്? 40 പേർക്കാണ് ഭക്ഷണം ഞാൻ എടുത്തുള്ളത്. 40 പേരുണ്ടാവും എന്നാണ് എൻ്റെ കണക്കൂട്ടല്. ഞാൻ ഇന്നിങ്ങോട്ട് കിടക്കില്ല, ഇന്നല്ല, ഒരാഴ്ചക്കല്ല, ഒരു മാസം കിടക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിഷമം അത്രയുണ്ട്. എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് ഞാൻ വരാതിരുന്നത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ല. എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ മരിച്ചു, എന്തൊക്കെ ഉണ്ടായി, എൻ്റെ ബാബേട്ടന് എന്ത് പറ്റി, അന്തേച്ചിക്ക് എന്ത് പറ്റി എന്ന് ഞാൻ ടി വിയിൽ ന്യൂസ് കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ന്യൂസിലൊക്കെ രാത്രികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അന്തേച്ചിയും ബാബേട്ടനൊക്കെ ICUലാണെന്ന് പറഞ്ഞപ്പോൾ പകുതി ആശ്വാസമായി. എനിക്ക് ജീവനോടുണ്ടല്ലോ, അതാണ് എൻ്റെ ആശ്വാസം. ജോസേട്ടനെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമാണ് ആള് പൂർണ്ണമായിട്ടും ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ. അപ്പം പൂർണ്ണ സ്ഥിതിയിലേക്ക് വരട്ടെ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് വീണ്ടും തിരിച്ചു വരട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ ഷാഹിദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ.